ആകാശവാണി. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് നിരക്ക് 60%-നടുത്താണ്. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത്. മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണാം. നിരവധി രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൂടെ കടന്നുപോയ ആവേശകരമായ പ്രചാരണത്തിന്റെ ഉത്സാഹം വോട്ടർമാരിലും പ്രകടമാണ്. LDF-ന്റെ എം സ്വരാജ്, UDF-ന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDAയുടെ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ തുടങ്ങി 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. രാവിലെ 7 ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണി വരെ നീളും. നിലമ്പൂരിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, പോളിംഗ് ബൂത്തുകളിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? മുൻവർഷത്തെ പോളിംഗ് ശതമാനം ഇക്കുറി നിലമ്പൂർ മറികടക്കുമോ? സുവർണ, ഈ പോളിംഗ് അവസാനിക്കാൻ ഇനി ഏതാണ്ട് 2.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന കണക്കനുസരിച്ച് നിലമ്പൂരിൽ പോളിംഗ് ശതമാനം 60 പിന്നിട്ടിരിക്കുന്നു. 60% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. അതായത് 2,38,000-ഓളം വരുന്ന വോട്ടർമാരിൽ 1,40,000-ഓളം പേർ വോട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി 2.5 മണിക്കൂർ സമയമുണ്ട്. 200 പരം വരുന്ന പോളിംഗ് ബൂത്തുകളെല്ലാം തന്നെ ഇപ്പോഴും വോട്ടർമാർ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനം 75.23 ആയിരുന്നു. ഇപ്പോൾ 60 പിന്നിട്ടിരിക്കുന്നു. 60 ബുള്ളറ്റിൻ കഴിയുമ്പോഴേക്കും അത് 65%-ലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ വീണ്ടുമുള്ള 2 മണിക്കൂർ സമയം കൊണ്ട് ഇനിയും കാര്യമായ വർധനയുണ്ടാവും. 75%-ലേക്ക് കഴിഞ്ഞ തവണത്തെ 2021 75%-ലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോളിംഗ് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സുരേഷ്, പോളിംഗ് ശതമാനം കുതിച്ചുയരുന്നതിനെ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കടുത്ത രാഷ്ട്രീയ മത്സരത്തിന് മണ്ഡലം വേദിയാകുന്നതിന്റെ സൂചനയായി ഇതിനെ കണക്കാക്കാമോ? നമുക്കറിയാം, കഴിഞ്ഞ 3 ആഴ്ചക്കാലം നിലമ്പൂരിൽ രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് എത്തുകയായിരുന്നു. അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരായ സാംസ്കാരിക നേതാക്കളും എല്ലാവരും തന്നെ നിലമ്പൂരിൽ 3 ആഴ്ചയോളം തമ്പടിച്ചാണ് വിവിധ മുന്നണികളുടെ ക്യാമ്പയിൻ നയിച്ചത്. എല്ലാ വീടുകളും കയറിയിറങ്ങി മന്ത്രിമാരും MLA-മാരും MP-മാരും സാമൂഹ്യ സാംസ്കാരിക നായകരും സിനിമാ നടന്മാരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടെ പ്രചരണം നടത്തി. അതിന്റെ ഒരു ഫലം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയ പ്രചരണ ചൂടിന്റെ ഒരു ആവേശം ജനത്തെ എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോഴുള്ള ഈ ട്രെൻഡ് വെച്ച് അനുമാനിക്കാൻ. എന്തായാലും പോളിംഗ് അവസാനിക്കുമ്പോൾ 6 മണിയാവും. അതിനുശേഷം മാത്രമേ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മുന്നോട്ട് വന്നിട്ടുണ്ടോ, ഈ പ്രചരണത്തിന്റെ ആവേശം ശരിക്കും ജനങ്ങൾ ഏറ്റെടുത്തോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയൂ. നന്ദി സുരേഷ്, നന്ദി. നിലമ്പൂരിൽ വോട്ടെടുപ്പ് 8 മണിക്കൂർ പിന്നിടുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. LDF സർക്കാരിനെതിരായ വിധിയെഴുത്താകും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രതീക്ഷ പങ്കുവച്ചു. പോളിംഗ് നല്ല രീതിയിൽ നടന്ന് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകട്ടെ എന്നായിരുന്നു LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. 75,000-ന് മുകളിൽ വോട്ടോടെ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പങ്കുവച്ചത്. MLA സ്ഥാനത്തു നിന്നും PV അൻവർ കഴിഞ്ഞ ജനുവരിയിൽ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് GLPS മാങ്കുത്ത് വെസ്റ്റ് സ്കൂളിലെ 202-ാം ബൂത്തിലാണ് വോട്ട് ചെയ്തത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കുടുംബത്തോടൊപ്പം വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148-ാം നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75%-ലേറെയായിരുന്നു നിലമ്പൂരിലെ പോളിംഗ്. 263 പോളിംഗ് ബൂത്തുകളിലായി 2,32,000-ഓളം വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. നിലമ്പൂർ നഗരസഭയും വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിയമസഭാ മണ്ഡലം. വനത്തിനുള്ളിലെ 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇവിടെ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. 11 പ്രശ്നസാധ്യതാ ബൂത്തുകളും മണ്ഡലത്തിലുണ്ട്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 1,200 പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഗുജറാത്തിലെ വിസാർദർ മണ്ഡലത്തിൽ 1 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 39.25%, കടി മണ്ഡലത്തിൽ 34.79% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചാബിലെ ലുധിയാന മണ്ഡലത്തിൽ 33.42% പേർ ഇതിനകം വോട്ട് ചെയ്തു. പശ്ചിമബംഗാളിലെ കലീഗഞ്ച് മണ്ഡലത്തിൽ 45.23% പോളിംഗ്. നിലമ്പൂർ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലും തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ ദിനത്തിലേക്കായി നിലമ്പൂരിലെ കൌണ്ടിംഗ് സ്റ്റേഷനായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 EVM കൌണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് കൌണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.